മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ നാലാമത്തെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച്, മീൻ ഡീവിയേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് വണ്ണാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഷോർട്ടായിട്ട് എസും SQ ആയിട്ട് നമുക്ക് കാണിക്കാം. പിന്നെ അതിൽ വരുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നാണ്. ദെൻ അത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലും ഗ്രൂപ്പ്ഡ് ഡാറ്റയിലും, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസ്, ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നതാണ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് ഫ്രീക്വൻസിയും കൂടിയും തരും. അതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. then ഇതിൽ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെത്തേഡ്, ദെൻ ഷോർട്ട് കട്ട് മെത്തേഡ്, ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിനെ ആക്ച്വൽ മീൻ മെത്തേഡും എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ദെൻ ഷോർട്ട് കട്ട് മെത്തേഡിനെ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നും കൂടി പറയുന്നുണ്ട്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനെ കോമൺ ഡിവൈസർ അല്ലെങ്കിൽ ഫാക്ടർ മെത്തേഡ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ് നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് S=√σ(x−x)(2) അപ്പോൾ നമ്മൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മുടെ ഇക്വേഷൻ. ദെൻ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസിലാണെങ്കിൽ S= ഫ്രീക്വൻസിയുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഫ്രീക്വൻസി തരും, അപ്പോൾ ഫ്രീക്വൻസിയുമായിട്ട് ഈ ഇക്വേഷനെ നമ്മുടെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഇക്വേഷനെ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് √(σf(x−x)(2) ഡിവൈഡഡ് ബൈ σf. σf എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. നെക്സ്റ്റ് വരുന്നതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ്. S=√σd²n−σd/n². ദെൻ ഗ്രൂപ്പ് ഡാറ്റയിലാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസിയുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. √σfd²n−σfd/n². ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് S=√d²n−σd'/n²c. അവിടെ ഡിഫറൻസ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. ദെൻ ഇതിനെ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡാറ്റയിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് S=√σfd²n−σfd'/n²c എന്നുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് മെത്തേഡൊന്നും പറയുന്നില്ല എങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഇൻഡിവിജ്വൽ സീരീസിൽ വരുന്ന ഇക്വേഷനും കണ്ടിന്യൂസ് സീരീസിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്ന ഇക്വേഷൻസും ഒന്ന് നോക്കി വയ്ക്കുക. ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ ഡീവിയേഷൻ മെത്തേഡ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഒരു മെത്തേഡ് നമ്മുടെ അടുത്ത് പറയുന്നില്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാണ് ഏറ്റവും എളുപ്പം. ദെൻ നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് SD/X ബാർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ /X ബാർ കൊടുക്കാം, അല്ലെങ്കിൽ S/X ബാർ. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യണത് SD ആയിട്ടുമുണ്ട്, S ആയിട്ടുണ്ട്. ദെൻ ഈ ചിഹ്നം കൂടി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ /X ബാർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് SD ആയിട്ടും S ആയിട്ടും ദെൻ ഈ ചിഹ്നമായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ /മീൻ × 100. അപ്പോൾ SD കൊടുക്കാം, ദെൻ ഈ ചിഹ്നം കൊടുക്കാം, S കൊടുക്കാം. ഓക്കെ, മീൻ എന്ന് പറയുന്നതാണ് X ബാർ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ /മീൻ എന്ന് പറയുന്നതാണ് X ബാർ, ഡിനോട്ട് ചെയ്യുന്നതാണ് X ബാർ. അപ്പോൾ × 100 കൂടി ഉണ്ട്, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ. ദെൻ വാരിയൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ, ഒന്നല്ലെങ്കിൽ SD², അതല്ലെങ്കിൽ ഈ ചിഹ്നം വെച്ചിട്ട് നമുക്ക് സ്ക്വയർ കൊടുക്കാം, അതല്ലെങ്കിൽ S². ഓക്കെ, പിന്നെ ഇതാണ് വാരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ നമുക്ക് എന്തായി? വാരിയൻസ് ആയി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്, ദെൻ ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. 3 മെത്തേഡും വെച്ചിട്ട് നമ്മൾ ഏത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നോക്കൂ. 2, 4, 6, 8, 10 ആൻഡ് 12. കാണുമ്പോൾ തന്നെ അറിയാതെ ഏത് സീരീസാണ്? ഇൻഡിവിജ്വൽ സീരീസാണ് അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. നമുക്ക് ഈ 3 മെത്തേഡും വെച്ചിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കും? ഒന്നല്ലെങ്കിൽ SD കൊടുക്കാം, അല്ലെങ്കിൽ S കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ചിഹ്നം കൊടുക്കാം. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷനാണ് √σ(x−x²)² എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം ഏതൊക്കെ കോളാണ് വേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മുടെ x എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്. ദെൻ X ബാർ കണ്ടുപിടിക്കണം. X ബാർ കണ്ടുപിടിക്കാൻ ഇൻഡിവിജ്വൽ സീരീസിൽ അറിയാലോ. X ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് σx/n എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. Then ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ആണ്, ദാറ്റ് ഈസ് 1 2 3 4 5 6. n എന്ന് പറയുന്നത് 6 ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ്റെ ബേസിലാണ് എത്ര കോളം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ്റെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇക്വേഷൻ അപ്പോൾ തന്നെ എഴുതുക. പിന്നെ അതിനനുസരിച്ച് കോളംസ് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ആദ്യം എക്സ് തന്നിട്ടുള്ള വാല്യൂസ് എഴുതണം. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ നമ്മുടെ സെക്കൻഡ് കോളം വരും. എക്സ് ബാർ കണ്ടുപിടിക്കണം, എക്സ് മൈനസ് എക്സ് ബാർ, ദെൻ അതിൻ്റെ സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കോളംസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ വാല്യൂസ് നോക്കുക. എക്സിൻ്റെ വാല്യൂസ് നമ്മൾ അതേപോലെ എഴുതുക. എക്സ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10, 12. ദെൻ സെക്കൻഡ് കോളം ഞാൻ പറഞ്ഞു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ എന്ന് പറയുന്നതാണ് സിഗ്മ എക്സ് ബൈ എൻ. നമ്മൾ എക്സ് ടോട്ടൽ ചെയ്യുക. എക്സ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 42 എന്നുള്ളത്. അപ്പോൾ 42 ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നതാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ 42 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 7 കിട്ടും. അപ്പോൾ നമ്മളുടെ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണാം. നമ്മൾ എങ്ങനെ കാണുക? ദാറ്റ് ഈസ് ഫസ്റ്റ് വാല്യൂ 2 ആണല്ലോ. അപ്പോൾ 2ൽ നിന്നും ഏത് മൈനസ് ചെയ്യണം? എക്സ് ബാർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 2 മൈനസ് 7 നമുക്ക് എന്ത് കിട്ടും? -5 കിട്ടും. ദെൻ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യയാണ് 2 എന്ന് പറയുന്നത് ഇരട്ട. അപ്പോൾ -5 × -5 25, പോസിറ്റീവ് 25 ആയിട്ട് മാറും. ദെൻ നമ്മളെല്ലാതും അതേപോലെ തന്നെ കണ്ടുപിടിക്കുക. ദെൻ 4 ആണെങ്കിൽ 4 - 7 എന്ന് പറയുമ്പോൾ -3 ആണ്. -3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴാണ് 9 വരുന്നത്. ദെൻ 6 - 7 എന്ന് പറയുമ്പോൾ 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. ദെൻ 8 - 7 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ. ദെൻ 10 - 7 എന്ന് പറയുമ്പോൾ 3 ആണ്. 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. ദെൻ 12 - 7 എന്ന് പറയുമ്പോൾ 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25. ദെൻ അത് ടോട്ടൽ ചെയ്യാൻ നമുക്ക് കിട്ടും ആൻസർ എന്ത് കിട്ടും? 70 എന്നുള്ളത് കിട്ടും. ദെൻ 70 എന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് S = സ്ക്വയർ റൂട്ട് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. നമുക്ക് സ്ക്വയർ റൂട്ട് നമ്മൾ ഇട്ടു. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നതാണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് 70 ഡിവൈഡഡ് ബൈ 6. നമുക്ക് ആൻസർ കിട്ടും 3.42. ഇത് ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം നമ്മുടെ ഇക്വേഷനാണ് S = സ്ക്വയർ റൂട്ട് സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് സിഗ്മ d ബൈ n ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിന് നമ്മൾ d എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. d ഈക്വൽ എന്ന് പറയുന്നതാണ് എക്സ് മൈനസ് എ. എ എന്ന് പറയുന്നതാണ് എന്ത്? അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള വാല്യൂസ്. ദെൻ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കോളം വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ അതേപോലെ എഴുതി എക്സ് എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ട് ദെൻ ഡി നമ്മുടെ ഇക്വേഷനിൽ വരുന്നതാണ്. ഡി കണ്ടുപിടിക്കുക. എക്സ് മൈനസ് എ ആണ്. എ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിന് 6 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ അതാണ് അസ്യൂംഡ് മീനായിട്ട് എടുക്കുന്നത്. ദെൻ ഡി കണ്ടുപിടിക്കുക. ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ, ദാറ്റ് ഈസ് 2 - 6 എന്ന് പറയുമ്പോൾ -4 കിട്ടും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 4 - 6 എന്ന് പറയുമ്പോൾ -2. ദെൻ 6 - 6 എന്ന് പറയുമ്പോൾ 0. ദെൻ നമുക്ക് അങ്ങനെ എല്ലാ വാല്യൂസും കിട്ടും. നമ്മളത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6 എന്നുള്ളത്. ദെൻ ഡി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുക. ഡി സ്ക്വയർ എന്ന് പറയുന്നത് -4ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് -4 × -4 എന്ന് പറയുമ്പോൾ 16 ആയിട്ട് മാറും. ദെൻ 4 അത് ടോട്ടൽ ചെയ്യുക. സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടും 76 എന്നുള്ളത്. ദെൻ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. S = സ്ക്വയർ റൂട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിഗ്മ ഡി സ്ക്വയർ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഡി സ്ക്വയർ എന്ന് പറയുന്നത് 76 ആണ്. അപ്പോൾ 76 ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് ഇത് 6 ആണ്. ദെൻ മൈനസ് സിഗ്മ ഡി എന്ന് പറയുന്നതാണ് 6 എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3.42 എന്നുള്ളത്. ദെൻ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മുടെ ഇക്വേഷനാണ് S = സ്ക്വയർ റൂട്ട് സിഗ്മ d ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ d ഡാഷ് ബൈ n ഹോൾ സ്ക്വയർ ഇൻറ്റു സിയും കൂടി ഉണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കാൻ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ എഴുതി എക്സ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് ദെൻ ഡി ഡാഷ് കണ്ടുപിടിക്കണം. ഡി ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി. ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. ഡി ഈക്വൽ എന്ന് പറയുന്നതാണ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത്. ദെൻ ഡി ഡാഷ് ആണെച്ചെങ്കിൽ എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി. സി എന്ന് പറയുന്നത് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ നമ്മൾ 6 നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 2 - 6 എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ 2 - 6 ഡിവൈഡ് ബൈ സി. നമ്മൾ ഡിഫറൻസ് നോക്കൂ, 2ഉം 4ഉം നമ്മുടെ ഡിഫറൻസ് 2. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് -4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ -2 വരും. അതാണ് ഇവിടെ കിടക്കുന്ന ആൻസർ. ഓക്കെ, ദെൻ അതേപോലെ നമ്മളെല്ലാതും കാണും. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ സ്ക്വയറും കൂടിയും കാണുക. ഡി ഡാഷ് സ്ക്വയർ നമുക്കിവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്ക്വയർ കാണും. -2 × -2 4. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും S = സ്ക്വയർ റൂട്ട് 19
ബൈ 6 19 എന്ന് പറയുന്നതാണ് സിഗ്മ ഡി ഡാഷ് സ്ക്വയർ എന്ന് പറയുന്നത്. ദെൻ മൈനസ് സിഗ്മ ഡി ഡാഷ് എന്ന് പറയുന്നതാണ് 3. ഓക്കെ, 3 ഡിവൈഡ് ബൈ 6 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 എന്ന് പറയുന്നത് ഡിഫറൻസ്. ഓക്കെ, ദെൻ നമ്മളത് ആദ്യം നമ്മൾ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ളത് ചെയ്യണം. ദെൻ ലാസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 3.42 എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാർക്സ് 2, 4, 6, 8, 10. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 8, 10, 16, 9, 7. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ യൂസിങ് 3 മെത്തേഡ് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ഏത് സീരീസ് ആണ്. ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സീരീസ് ആണ്? ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ സ്ക്വയർ റൂട്ട് സിഗ്മ എഫ്. ഫ്രീക്വൻസി വരുന്നുണ്ട്, അതുകൊണ്ട് എഫുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസിലാണ് ഇക്വേഷൻ നമ്മൾ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ കോളം വേണമെന്നുള്ളത് അറിയാം. എക്സ് വേണം, എക്സ് ബാർ കണ്ടുപിടിക്കണം. ദെൻ ഫ്രീക്വൻസിയുടെ കോളം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതേപോലെ എഴുതുക. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കാണുക. ദെൻ അതിനെ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോളം. അത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് കോളം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതേപോലെ എഴുതാണ്. എക്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രീക്വൻസിയും അതേപോലെ എഴുതി. ദെൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ദെൻ നെക്സ്റ്റ് വേണ്ടതാണ് നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുക ഈ കേസിൽ? എക്സ് ബാർ ഈക്വൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. ഓക്കെ, എഫിൻ്റെ എക്സ് കണ്ടു, അതാണ് ഇവിടെ എഫിൻ്റെ എക്സ് എന്ന് പറയുന്ന കോളം എന്ന് പറയുന്നത്. ദെൻ അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ് കിട്ടും. ദെൻ ഡിവൈഡ് ബൈ എൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. അപ്പോൾ സിഗ്മ എഫ് എക്സ് അതിൻ്റെ ടോട്ടലാണ് നമുക്ക് 294 എന്നുള്ളത് കിട്ടും. 294 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, 294 ഡിവൈഡഡ് ബൈ 50 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ് മൈനസ് എക്സ് ബാർ അതാണ്. ദെൻ അതിൻ്റെ സ്ക്വയർ കാണാം. എന്നിട്ട് വേണം ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ എക്സ് ബാർ കിട്ടും. എത്രയാണ് എന്നുള്ളത്? എക്സ് ബാർ ഈക്വൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ, ദാറ്റ് ഈസ് 294 ഡിവൈഡഡ് ബൈ 50. നമുക്ക് കിട്ടേണ്ടതാണ് 5.88 എന്നുള്ളത്. അപ്പോൾ ഈ 5.88 എന്നുള്ളതാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 മൈനസ് 5.88 ദെൻ അതിൻ്റെ സ്ക്വയർ കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 15.0544 എന്നുള്ളത്. ദെൻ അതിനെ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കണ്ടിട്ട് വേണം ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാതും നമ്മൾ ചെയ്യുക. ദെൻ അതിൻ്റെ ടോട്ടൽ ചെയ്യാൻ നമ്മൾ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 315.28 എന്നുള്ളത്. ദെൻ നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എസ് ഈക്വൽ സ്ക്വയർ റൂട്ട് 315.28 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടും 2.511 എന്ന്. ദെൻ ഷോർട്ട് കട്ട് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് പറയുന്നതാണ്. ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷനാണ് സ്ക്വയർ റൂട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അതേപോലെ എഴുതുക. ദെൻ സെക്കൻഡ് നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി എഴുതുക. ദെൻ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. ഡി അറിയാലോ, എക്സ് മൈനസ് എ. ദെൻ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, ഡി സ്ക്വയർ. എന്നിട്ട് വേണം ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്? ഫ്രീക്വൻസിയുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എഫ് ഇൻറ്റു ഡിയും കാണണം, അതേപോലെ തന്നെ എഫ് ഇൻറ്റു ഡി സ്ക്വയറും കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി കാണുക, എക്സ് മൈനസ് എ. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ 6 എന്നാണെങ്കിൽ അതിൻ്റെ പകുതി 3. തേർഡ് ഐറ്റം എന്ന് പറയുന്നതാണ് 6. ദെൻ ഡി ഈക്വൽ നമ്മൾ കൊടുക്കുക എക്സ് മൈനസ് എ, ദാറ്റ് ഈസ് 2 മൈനസ് 6 എന്ന് പറയുമ്പോൾ -4. ദെൻ അതേപോലെ നമ്മൾ എല്ലാതും കാണുക. ദെൻ അതിൻ്റെ സ്ക്വയർ ഡി സ്ക്വയർ കാണുക. അപ്പോൾ നമുക്ക് കിട്ടും 16,404,16 എന്നുള്ളത്. കാരണം ഈ ഡി സ്ക്വയർ നമ്മൾ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എഫുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് എഫ് ഡി സ്ക്വയർ. ദെൻ ഡീനെ നമ്മൾ എഫുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതാണ് എഫ് ഡി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ടോട്ടൽ നമ്മൾ കാണുക, ഫ്രീക്വൻസിയുടെയും ടോട്ടൽ കാണുക. ദെൻ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഇക്വേഷനാണ് എസ് ഈക്വൽ എഫ് ഡി സ്ക്വയർ ഡി ഡാഷ് സ്ക്വയർ. നമ്മുടെ ആൻസർ കിട്ടും 316 എന്നുള്ളത്. 316 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടലി 50. ദെൻ മൈനസ് നമുക്ക് ഈ ആൻസർ കിട്ടും മൈനസ് സി എന്നുള്ളത്. -c ഡിവൈഡഡ് ബൈ 50 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടും 2.511 എന്നുള്ള ആൻസർ. ദെൻ മൂന്നാമത്തെ മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മുടെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. എഫ് ഡി ഡാഷ് സ്ക്വയർ ആണ്. ഓക്കെ, മറ്റേതാണെങ്കിൽ എഫ് ഡി സ്ക്വയർ ആയിരുന്നു. ഇവിടെ ഡി ഡാഷ് കാണുന്നുണ്ട്. ഡി ഡാഷ് നമ്മൾ എങ്ങനെയാണ് കാണുക? എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ സി. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ്. സി എന്ന് പറയുന്നത് ഡിഫറൻസ് 2, 4, 6 നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡി ഡാഷ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം എക്സും ഫ്രീക്വൻസിയും എഴുതി. ദെൻ ഡി ഡാഷ് കണ്ടുപിടിക്കുക. എക്സ് മൈനസ് എ ദാറ്റ് ഈസ് 2 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും -2. അതേപോലെ എല്ലാതും കാണാം. ദെൻ ഡി ഡാഷ് സ്ക്വയർ -2ൻ്റെ സ്ക്വയർ ആണ്
4 എന്ന് പറയുന്നത്. ദെൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എഫ് ഡി ഡാഷുമായിട്ട്, അതായത് സെക്കൻഡ് കോളം തേർഡ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ സെക്കൻഡ് കോളം ഫോർത്ത് കോളം കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിൻ്റെയൊക്കെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 2.511. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ യൂസിങ്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ടാണ്? ആക്ച്വൽ മീൻ മെത്തേഡ്. ആക്ച്വൽ മീൻ മെത്തേഡ് ഇതിന് പറയുന്ന വേറൊരു പേരാണ് ഡയറക്റ്റ് മെത്തേഡിനെ പറയുന്ന വേറൊരു പേരാണ്. ദെൻ അസ്യൂംഡ് മീൻ മെത്തേഡ് ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഷോർട്ട് കട്ട് മെത്തേഡിനെ പറയുന്ന വേറൊരു പേരാണ്. ദെൻ കോമൺ ഡിവൈസർ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനെ പറയുന്ന വേറൊരു പേര്. ഓക്കെ, മൂന്ന് നമുക്ക് കണ്ടുപിടിക്കണം, 3 മെത്തേഡ് വെച്ചിട്ട്. ദെൻ ഓൾസോ കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആൻഡ് വാരിയൻസ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ വാരിയൻസും കണ്ടുപിടിക്കണം. മാർക്സ് നോക്കൂ, 1 to 3, 3 to 5, 5 to 7, 7 to 9. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് 40, 30, 20, 10 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഏത് സീരീസ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻസ് ഓർമ്മ വരണം. ദെൻ നമ്മൾ അതിനനുസരിച്ചുള്ള കോളം വരയ്ക്കുക. ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഫസ്റ്റ് മെത്തേഡാണ് ഏത് മെത്തേഡാണ്? ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ആക്ച്വൽ മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് സീരീസ് കണ്ടിന്യൂസ് സീരീസ് ആണ്. നമ്മുടെ ഇക്വേഷൻ നോക്കൂ, സ്ക്വയർ റൂട്ട് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഇത് തന്നെയാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. കണ്ടിന്യൂസ് സീരീസ് നമുക്ക് ഫ്രീക്വൻസി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ഡിസ്ക്രീറ്റ് സീരീസിൽ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതേപോലെ ഇടാണ്. അതാണ് മാർക്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മാർക്സ് 1 to 3, 3 to 5, 5 to 7, 7 to 9. ദെൻ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുള്ള നമ്മൾ എഴുതുക. ദെൻ നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കണം? എക്സ് നമുക്കറിയില്ല, അപ്പോൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? മിഡ് വാല്യൂ ആണ് എക്സ് എന്നത്. ദാറ്റ് ഈസ് 1 + 3 ഡിവൈഡഡ് ബൈ 2. നമുക്കറിയാം 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും മിഡ് എക്സ് എന്ന് പറയുന്നത് 2. ദെൻ 3 to 5 അതിൻ്റെ മിഡ് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് ഈസ് 3 + 5 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ എക്സുകളും കാണുക. ദെൻ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക. എക്സ് ബാർ കണ്ടുപിടിക്കണമല്ലോ. എക്സ് ബാർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ എഫ് ഇൻറ്റു എക്സ് സെക്കൻഡ് കോളം തേർഡ് കോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 40 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80. ദെൻ ടോട്ടൽ ചെയ്യുക, നമുക്ക് 400 കിട്ടും. 400 ഡിവൈഡഡ് ബൈ 100. ദാറ്റ് ഈസ് 4 ആണ് എന്തെന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നതാണ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. എക്സ് എന്ന് പറയുന്നതാണ് 2, എക്സ് ബാർ എന്ന് പറയുന്നതാണ് 4. അപ്പോൾ 2 - 4 നമുക്ക് കിട്ടും -2. അതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 4 എന്നുള്ളത്. അതേപോലെ നമ്മൾ എല്ലാതും ചെയ്യുക. ദെൻ ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ഇത് 40 × 4 എന്ന് പറയുന്നതാണ് 160. ദെൻ അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 400 എന്നുള്ളത്. ദെൻ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ സ്ക്വയർ റൂട്ട് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അതിൻ്റെ ടോട്ടൽ നമുക്ക് 400. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 100 അതാണ് നമുക്ക് എന്ത് കിട്ടുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് പറയുന്നത് 400 ഡിവൈഡഡ് ബൈ 100 അതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 എന്നുള്ളത്. പലരും ഈ സ്ക്വയർ റൂട്ട് വിടാറുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എസ് ഒക്കെ ചോദിക്കേണ്ടതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മെത്തേഡാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ സ്ക്വയർ റൂട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതേപോലെ എഴുതിയതാണ്. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം മാർക്സും ഫ്രീക്വൻസിയും എഴുതി. ദെൻ എക്സ് കാണാം, മിഡ് എക്സ് കണ്ടുപിടിക്കാം. ദെൻ നമ്മുടെ അടുത്ത് ഡി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്നതാണ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 - എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ 4 അപ്പോൾ അതിൻ്റെ പകുതി 2. രണ്ടാമത്തെയാണ് നമ്മൾ എ ആയിട്ട് അസ്യൂംഡ് മീൻ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നോക്കൂ 2 ആണ്. അപ്പോൾ 2 - 4 അപ്പോൾ നമുക്ക് -2 കിട്ടും. ദെൻ അതിൻ്റെ സ്ക്വയർ ഡി സ്ക്വയർ അതാണ് നെക്സ്റ്റ് കോളം. ദെൻ എഫ് ഇൻറ്റു ഡി കാണണം. എഫ് ഇൻറ്റു ഡി ദെൻ എഫ് ഇൻറ്റു ഡി സ്ക്വയർ അതാണ് ഇവിടെ നമ്മുടെ കോളം. ദെൻ ഇതൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ സ്ക്വയർ റൂട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. നമുക്ക് സിഗ്മ എഫ് ഡി സ്ക്വയർ കിട്ടിയിട്ടുണ്ട് 400 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ ടോട്ടൽ 100. ദെൻ മൈനസ് സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് 0 ആണ്. 0 ഡിവൈഡ് ബൈ 100 ഹോൾ സ്ക്വയർ. നമുക്ക് √4 കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 2 എന്ന് പറയുന്ന ആൻസർ. നെക്സ്റ്റ് മെത്തേഡാണ് കോമൺ ഡിവൈസർ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. നമ്മുടെ ഇക്വേഷനാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മുടെ ഇക്വേഷനെ യൂസ് ചെയ്യുന്നതാണ് സിഗ്മ സ്ക്വയർ റൂട്ട് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു സി.
ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാർക്സ് ഫ്രീക്വൻസി അതേപോലെ എടുത്തത്. അത് നെക്സ്റ്റ് കോളം എക്സ് മിഡ് എക്സ് കണ്ടുപിടിക്കുക. അതായത് 1+3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടും മിഡ് എക്സ് എന്ന് പറയുന്നത് 2. ദെൻ ഡി ഡാഷ് കണ്ടുപിടിക്കുക. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി. ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. എക്സ് എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് എസ് സിമ്പിൾ മീൻ എന്ന് പറയുമ്പോൾ 4 ഐറ്റം ആണ്, അതിൻ്റെ പകുതി 2. അപ്പോൾ 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2. നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡി ഡാഷ് കിട്ടും -1. ദെൻ നമ്മൾ അതുപോലെ എല്ലാതും കണ്ടുപിടിക്കുക. ദെൻ ഡി ഡാഷിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അതായത് -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് 1 ആയിട്ട് മാറി. ദെൻ എഫ് ഇൻറ്റു ഡി ഡാഷ് കണ്ടുപിടിക്കണം. എഫ് ഇൻറ്റു ഡി ഡാഷിൻ്റെ സ്ക്വയർ, അതാണ് നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് 40 ആണ്. 40 ഇൻറ്റു -1 -40. ദെൻ 40 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 40. ദെൻ എഫ് ഡി ഡാഷും എഫ് ഡി ഡാഷ് സ്ക്വയറും നമ്മൾ ടോട്ടൽ ചെയ്യുക. ദെൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ ഇക്വേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ സ്ക്വയർ റൂട്ട് സിഗ്മ എഫ് ടി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. നമുക്ക് 100 കിട്ടിയിട്ടുണ്ട്. 100 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ 100 മൈനസ് സിഗ്മ എഫ് ടി ഡാഷ് എന്ന് പറയുന്നതാണ് 0 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ 100 ഹോൾ സ്ക്വയർ ഇൻറ്റു സി എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടും 2. ദെൻ നമ്മുടെ അടുത്ത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ ഇക്വേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ എന്ന് പറയുന്നത് നമുക്ക് 3 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആൻസർ സെയിം തന്നെയാണ് കിട്ടിയത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 ഈക്വൽ നമുക്ക് ആൻസർ കിട്ടും 0.5 എന്നുള്ളത്. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് നമുക്കിവിടെ 0.5 കിട്ടിയിട്ടുണ്ട്. 0.5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് 50 കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 100 നമുക്ക് ആൻസർ കിട്ടും 50 എന്നുള്ളത്. അപ്പോൾ ഈ വാരിയൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാരിയൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അതാണ്